ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ബലൂൺ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന കുപ്പി സോസൊക്കെ വരുന്ന കുപ്പി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ ആ ബലൂണൊക്കെ ബോട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതായി കയറ്റി വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബലൂണിൻ്റെ ഉള്ളിലേക്കും കുറച്ച് എണ്ണ ഒഴിക്കണം. അപ്പം ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ ബലൂണാണ്. ഈ ഒറ്റ ബലൂൺ കൊണ്ടിട്ട് ആ ബോട്ടിൽ ഫുള്ള് വലിച്ചിടാമെന്ന് വിചാരിച്ചു. ചെറിയ ബലൂണായിരുന്നേ. വലിച്ച് വന്ന വഴിക്ക് ബലൂണ് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ബലൂൺ എടുക്കുമ്പോൾ മാക്സിമം അതിൻ്റെ അടി വരെ ഇങ്ങനെ ചുരുക്കി പിടിച്ചിട്ടിടണം. അല്ലെങ്കിൽ ഈ അടിയിൽ എയർ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ താഴെ വെക്കുമ്പോൾ അതിങ്ങനെ ഇളകും. അപ്പോൾ മാക്സിമം നമ്മളത് ചുരുക്കി എടുക്കുമ്പോൾ എയർ അങ്ങനെ നിൽക്കില്ലല്ലോ. എന്നിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ഇട്ട് തുടങ്ങണം. റെഡ് ഈ പ്രാവശ്യം ഞാൻ ഫുള്ള് വലിച്ചിടുന്നില്ല. അതിൻ്റെ പകുതി ഭാഗത്തോളം ഇടുന്നുള്ളൂ, പകുതി ഇടുന്നുള്ളൂ. അപ്പം അധികം വലിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇട്ട പോലെ തന്നെ പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഈ വൈറ്റ് ബലൂൺ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്താ വെച്ചാൽ നമ്മൾ മുകളിൽ നിന്നാണല്ലോ ഇടുന്നത്. നമ്മൾ ഊതി വീർപ്പിക്കുന്ന ഭാഗം മുകളിൽ വരുന്നത് പോലെ ഇങ്ങനെ താഴത്തേക്ക് അതങ്ങോട്ട് ഇറക്കി വെക്കണം. ഇനി നമുക്കിതിങ്ങനെ റെഡിൻ്റെ മേലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് പോലെ ഇടാം, അല്ലെങ്കിൽ ഒരു സൈഡ് വലിച്ച് താത്തി ഇടാം. അപ്പോൾ ഇതിങ്ങനെ 2-3 ഇങ്ങനെ ചെയ്ത് അടുപ്പിച്ച് ഇങ്ങനെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും. നമുക്ക് ഇതിലേക്കൊന്ന് കളറ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫാബ്രിക് കളർ വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മൾ പിന്നെ ലിക്വിഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നതുണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും കുറച്ചിങ്ങനെ എംബോസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ബ്രഷ് വെച്ച് വരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല. ഒരു കാർഡ്ബോർഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് കളറ് മുക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ വരുമല്ലോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ വരച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ റൗണ്ട് ഇടാൻ വേണ്ടിയിട്ട് അതും വരയ്ക്കേണ്ട. ഇങ്ങനെ സ്കെച്ച് പെന്നോ എന്തെങ്കിലും റൗണ്ട് ചെറിയ ബോട്ടിലാണെങ്കിൽ അതും മതി. ഇങ്ങനെ കളറിൽ മുക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ അമ്മയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.